പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കഴിഞ്ഞ തിങ്കളാഴ്ച അബുദാബിയിൽ നിന്നും മരണപ്പെട്ട അമൻ മുഹമ്മദ് റാസിക്കിൻ്റെ ജനാസ നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. അബുദാബിയിലെ താമസ സ്ഥലത്ത് കോണിപ്പടിയിൽ നിന്നും അബദ്ധത്തിൽ വീണു മരിച്ച അമൻ മുഹമ്മദ് റാസിക്ക് 22 വയസ്സ്. മയ്യത്ത് നടപടികൾ പൂർത്തിയാക്കി ഇന്നലെ രാത്രിയോടെ നാട്ടിലേക്ക് കൊണ്ടുപോയി. ഇന്ന് ശനിയാഴ്ച കണ്ണൂർ പുതിയങ്ങാടി ഹൈദ്രോസ് മസ്ജിദ് ഖബർസ്ഥാനിൽ മറവ് ചെയ്യും. അബുദാബി യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകനും പൊതുപ്രവർത്തകനുമായ കണ്ണൂർ മാടായി പുതിയങ്ങാടിയിലെ ഡോക്ടർ മുഹമ്മദ് റാസിക്കിൻ്റെ മകനാണ്. ഡിഗ്രി വിദ്യാർത്ഥിയായ അമൻ കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയാണ് അബുദാബി ബനിയാസിനടുത്ത മഹവിയിലെ താമസ സ്ഥലത്ത് വീടിൻ്റെ കോണിപ്പടിയിൽ നിന്നും തെന്നി വീണതാണ്. ഉടനെ മഫ്രക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും യുവാവിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല. പെരുന്നാൾ അവധിക്ക് നാട്ടിൽ പോയ മാതാപിതാക്കളും സഹോദരനും കുടുംബക്കാരും അപകട വിവരം അറിഞ്ഞു തുടിക്കുന്ന ഹൃദയവുമായി അബുദാബിയിൽ തിരിച്ചെത്തി. മകനെ തിരിച്ചു കിട്ടാൻ പരമാവധി ചികിത്സ നടത്തിയെങ്കിലും റാസിക്കിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി യുവാവിന്റെ മൃതദേഹം അവസാനമായി ഒരു നോക്ക് കാണാൻ സ്കൂൾ വിദ്യാർത്ഥികളും കൂട്ടുകാരും നാട്ടുകാരും നൂറുകണക്കിന് ആളുകളാണ് ബനിയാസിൽ എത്തിയത്. മൃതദേഹം കണ്ട് പലരും പൊട്ടിക്കരഞ്ഞു. പിതാവ് മുഹമ്മദ് റാസിക്കിനെ ആശ്വസിപ്പിക്കാനാവാതെയും പലരും കുഴങ്ങി. അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ വൈസ് പ്രസിഡന്റ് VPK അബ്ദുള്ള അബുദാബി, KMCC ജനറൽ സെക്രട്ടറി CH യൂസഫ് മാട്ടുൽ, സിംസാറുൽ ഹക്ക് ഉദവി ഉൾപ്പെടെ മത സാമൂഹ്യ രംഗത്തെ നിരവധി ആൾക്കാർ കുടുംബത്തെ ആശ്വസിപ്പിക്കാനായി എത്തിയിരുന്നു. ബനിയാസ് KMCC പ്രസിഡന്റ് ഷക്കീബ് മാടായിയുടെ നേതൃത്വത്തിലാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. എല്ലാവരും അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. മരണപ്പെട്ടവരുടെ പാപങ്ങളൊക്കെ പുറത്ത് കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ, ആഖിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ, സ്വർഗീയ പൂങ്കാവനം കൊടുക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പറ്റുന്നവർ ഫാത്തിമ യാസീൻ ഓതി ഹദിയ നൽകാൻ ഉണർത്തുന്നു. അസ്സലാമു അലൈക്കും.